അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫീഖാണ് റിയാദിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ല, റാഹത്തല്ലേ? എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണു. കാരണം ഞാൻ ഈ പന്തൂക്കിൻ്റെ ഇൻസൈഡിലാണ്. ഓക്കെ, വലിയ സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഹൗസ് ഡെയർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. 2500 റിയാൽ സാലറി. അപ്പോൾ ഇപ്പോഴും അതിന് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, അതിൽ ഞാൻ ഇന്നലെ ഒരാളെ നൈറ്റിൽ ഒരു സുഹൃത്തിനെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൊക്കേഷനിൽ. അപ്പോൾ പുതിയ ആളാണ്, 4 മാസമായിട്ടുള്ളൂ വന്നിട്ടെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മളൊരു ഹൗസ് ഡെയർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊരു നമ്മൾ ഇപ്പോൾ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൊരു 4-5 പേരെ ലൈസൻസും ഫോട്ടോസൊക്കെ സെൻഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇൻഷാ അല്ലാഹ് സെലക്ട് ചെയ്തിട്ട് ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റാറ്റസിലിട്ടു കേട്ടോ. എൻ്റെ ജോബ് വേക്കൻറ്റ് കോൺടാക്ട് നമ്പറിലില്ല, സ്റ്റാറ്റസിലാകാരം ഞാൻ അയാളെ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഷെയർ ചെയ്യുക. അപ്പോൾ അവരിൻ്റെ PMൽ വരണം കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 വേക്കൻസികളുണ്ട്. ഓക്കെ, ഒരു വേക്കൻസി ഉള്ളത് റിയാദിലേക്ക് ഒരു ലേഡീസിന് ആവശ്യമുണ്ട്. സ്കൂൾ ബസ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യങ്ങൾ നമ്മൾ ക്ലീനറായിട്ട് നാട്ടിലേക്ക് കണ്ടില്ലേ, അതുപോലെ ജോലി ചെയ്യാനാണ്. ബാക്കിയുള്ള ടൈം സ്കൂളിൽ ജോലി ഉണ്ട്. പിന്നെ ശനി ഞായറും ലീവാണ്, 2 ദിവസം ലീവുണ്ട്. 2000 റിയാൽ സാലറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം കോൺടാക്റ്റ് ചെയ്യുക, നാട്ടിലുള്ള ആളുകളല്ല. എനിക്ക് ജിദ്ദയിൽ 2-3 സ്ത്രീകളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അവരെ കോൺടാക്റ്റ് ഞാൻ എന്താ സേവ് ചെയ്തിരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിലുള്ള ആളുകൾ മെസ്സേജ് അയക്കണ്ട കേട്ടോ. വിസിറ്റിംഗ് വിസയിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷഫീഖ് ഭായി എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ പറയുള്ളൂ. അപ്പോൾ ഇവർക്ക് വിക്കാമിയും കാര്യങ്ങളൊക്കെ വേണം, സ്കൂൾ ബസ്സിലല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരു വേക്കൻസി ഉള്ളത് നമുക്ക് റിയാദിലേക്ക് തന്നെയാണ്. അതും സൗദിയിലുള്ള ആളാണ് വേണ്ടത് കേട്ടോ. ഒരു ഷോപ്പിലേക്ക് ഒരു ഡ്രൈവർ ആവശ്യമുണ്ട്. അവർ സാലറി പറഞ്ഞിരിക്കുന്നത് 2300 റിയാലാണ് സാലറി പറഞ്ഞ് തോന്നുന്നുണ്ട്. റൂമുണ്ട്, ഫുഡില്ല കേട്ടോ. നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ സാധനങ്ങളും അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ പിന്നെ ഉള്ളൊരു ഷോപ്പാണ്, മലയാളിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉച്ചക്ക് 1 മണി വരെയാണ് ഷോപ്പ്, പിന്നെ അസറിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഓർഡർ വരും, ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ലൊക്കേഷനിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ഇവിടെ എല്ലാ ആളുകളെയാണ് വേണ്ടത് കേട്ടോ. ഏജിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല, 45 വയസ്സായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈസൻസും ഇക്കാമിയും വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷൻ ഏതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വരും. പിന്നെ വീഡിയോ സ്ക്രോൾ ചെയ്യാതെ കാണാം. വീഡിയോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും കേൾക്കില്ല. ഡ്രൈവർ എന്ന് പറയുമ്പോൾ ആമിലിന്ന് കേൾക്കും, ആമിലിന്ന് പറയുമ്പോൾ ഡ്രൈവർ എന്ന് കേൾക്കും. സൗദിയിൽ വേക്കൻസി ഉണ്ട് പറഞ്ഞാൽ നാട്ടിലുള്ള ഒരു മെസ്സേജ് അയക്കും. നാട്ടിലുള്ളവർക്ക് വേക്കൻസി ഉണ്ടെന്നാൽ സൗദിയിലുള്ള ഒരു മെസ്സേജ് അയക്കും. ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ടൊരു ഹൗസ് ഡെയർ വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിലെ ചുരുക്കം ആളുകൾ മാത്രമേ മെസ്സേജ് അയച്ചിട്ടുള്ളൂ. എത്ര ആളുകൾ ഷഫീഖ് ഭായി കുറച്ച് പൈസ കൊടുത്താലും വേണ്ടില്ല, നിങ്ങളൊരു ഹൗസ് ഡെയർ വിസ സംഘടിപ്പിച്ച് തരുമോ ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരൊന്നും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വീഡിയോ വാച്ച് ചെയ്തവർക്ക് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. കാരണം ഫ്രീ ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ 10 വർഷം അവിടെ ജോലി ചെയ്ത ആളാണ്. പിന്നെ അവർ നാട്ടിലേക്ക് നിർത്തി പോവുകയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരെ വൈഫിന് ഇതൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ. കുഴപ്പമൊന്നുമില്ല. എത്ര പേര് ഓട്ടമുണ്ട്, എത്ര കാറുണ്ട്, എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടും നാട്ടിലുള്ള ആളുകൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണില്ല എന്നുള്ളൂ. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ജോബ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തെനാസിൽ വേക്കൻസി കേട്ടോ. 2200 2300 റിയാലെ സാലറി പറഞ്ഞേക്കണോ. അത് തെനാസിൽ വേക്കൻസിയാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത വേക്കൻസി ഉള്ളത് ജാസ്മിനിലാണ്, റിയാദിൽ തന്നെയാണ് കേട്ടോ. 4 മാസത്തെ ലീവ് വേക്കൻസി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവർ തെനാസിൽ എടുക്കും കേട്ടോ. 1700 റിയാലാണ് സാലറി കിട്ടുക. അവിടെ ക്ലീനിങ് ആണ്. അപ്പോൾ അവിടെ സംസാരിക്കാൻ നമ്പർ തരാം.
പിന്നെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് വന്നിട്ട് പിന്നെ ഉച്ചക്ക് 12 മണി 2 മണി എടുക്കണം. രാവിലെ 7 to ഉച്ചക്ക് 12:30 മണി വരെയാണ്. അസറിന് ശേഷം വൈകിട്ട് 11 മണി വരെയൊക്കെയാണ് ഡ്യൂട്ടി ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് മൈഗ്രേഷൻ വന്നാൽ മതി. പിന്നെ 11 മണി വരെ രാത്രി ഉണ്ടാവും. ഉച്ചയ്ക്കുള്ള പണി അല്ല വരാനുള്ള പണി പുത്തമ്പത്ത് കട്ട് ചെയ്യാൻ കട്ടിന്ന് റെഡി ആക്കി തന്നെ ഹെൽപ്പറാണ്. രാവിലെ ഹെൽപ്പറായിട്ടാണ് കേട്ടോ. വൈകിട്ടാകുമ്പോൾ മുത്തപ്പക്ക് കട്ട് ചെയ്യാനും. കാരണം ഇങ്ങനത്തെ ഒക്കെ ജോലിക്ക് നമ്മൾ കയറുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോബ് പഠിക്കാം. ഓക്കെ, ഹോട്ടലിലേക്ക് ഒരാൾ ക്ലീനിങ്ങിന് കയറുകയാണെങ്കിൽ ആ പൊറോട്ടക്കാരൻ്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ആ പൊറോട്ട മേക്കിങ് പഠിക്കുക. എത്ര സാലറി ആക്കണം നിങ്ങൾക്ക്? പുറത്തുള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം 150 റിയാലാണ് സ്റ്റാർട്ടിങ്. അത് 200 റിയാൽ വരെ മേടിക്കുന്ന ആളുകളെ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. പിന്നെ അപ്പോൾ 200 റിയാൽ വരെ അയാൾ ഒരു ദിവസം കൂലി മേടിക്കുന്നുണ്ട്. അപ്പോൾ എത്രയായി അവരൊക്കെ സാലറി? 6000 റിയാൽ സാലറി, റൂമുണ്ട്, ഫുഡുണ്ട്. ഒരു പൊറോട്ട മേക്കറെ സാലറിയാണ്. ഒരു 150 കിട്ടുകയാണെങ്കിൽ 4500 റിയാൽ സാലറി, അതുപോലെ തന്നെ റൂമുണ്ട്, ഫുഡും ഉണ്ട്. അപ്പോൾ നമ്മൾ കൈത്തൊഴിൽ പഠിക്കണം. അത് നാട്ടിലാണെങ്കിലും. നാട്ടിലിപ്പോൾ പൊറോട്ട മേക്കിംഗ് ഒക്കെ അതിനൊക്കെ പിന്നെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നേക്കാം. നൂൽ പൊറോട്ട, സാധാ പൊറോട്ടയൊക്കെ അതൊക്കെ പോയിട്ട് പഠിക്കുക. അല്ലാതെ ഇപ്പം ഇനി സൗദിക്ക് വരുമ്പോൾ എഞ്ചിനീയറായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പരിപാടി നടക്കില്ല. കാരണം ഒക്കെ സൗദി വൽക്കരണമാണ്. പിന്നെ പ്രൊഫഷണലുകളിലൊക്കെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വിസങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ആമിലായിട്ടുള്ളത് എടുക്കുക. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് മാറാൻ പറ്റണ കോലത്തിൽ 1000 റിയാൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാം. മറ്റേന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിസ ഇറക്കാൻ പറയും. നമ്മളെ നാട്ടിലിപ്പോൾ അത്യാവശ്യം പിന്നെ പഠിച്ച ഒരാളാണെങ്കിൽ, ക്വാളിഫിക്കേഷനുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഒരു മീഡിയം ലെവലിലുള്ള വിസ എടുത്തിട്ട് പോരും. അതിവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ തന്നെ എക്സാം പാസ്സാവണം. ഒരു 5 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം വിസ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം വിസ എടുത്തതിന് ശേഷം പിന്നെ അത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നോർമൽ വിസ ഇവിടെ എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏത് പ്രൊഫഷനിലേക്കും ചേഞ്ച് ചെയ്ത് മാറാം. 1000 റിയാൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് മാറാം സൗദി വൽക്കരണം അല്ലാത്ത പ്രൊഫഷനിലേക്ക്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറയുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്ക്രോൾ ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എൻ്റെ കോൺടാക്ട് നമ്പർ 9895 331 557 98 95 331 557. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, എൻ്റെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. കഴിയുന്ന ആളുകൾ സ്റ്റാറ്റസ് വെക്കുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഡ്രൈവർ വേക്കൻസിക്ക് ഒരാളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അയാൾ 4 മാസമായിട്ടുള്ളൂ സൗദിയിൽ വന്നിട്ട്. അപ്പോൾ അയാൾക്ക് ഭാഷ അറിയില്ല, പിന്നെ കാസ്റ്റ് ചേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഷ അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ യൂട്യൂബിൽ നമുക്ക് അത്യാവശ്യമുള്ള അറബ് വാക്കുകളും അതിൻ്റെ പിന്നെ അർത്ഥങ്ങളും അഥവാ മലയാളത്തിൽ എന്താണെന്നില്ല വെച്ചാൽ അതും ഞാൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ കുറച്ച് ആളുകളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഷബീബ് ഭായി, നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ പറയും, ആളുകൾക്ക് നോട്ട് ചെയ്യാലോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ അയാളത് ഫോണിൽ ഇങ്ങനെ നോട്ട് ചെയ്യായിരുന്നു. ഓക്കെ, മൗജൂദ്, അനറോ, സീർ, യമീൻ, ഇസാർ, പിന്നെ സയ്യാറ, അനൈജി, ഇതൊക്കെ പറയണത് ചില വാക്കുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതുപോലുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യണം. എനിക്ക് ഡ്യൂട്ടി ടൈം അത് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിന്നലെ ആ ഡ്രൈവറെ ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വിളിച്ചു നോക്കി എന്താണ് അവസ്ഥ എന്നില്ല. ഹലോ, നമസ്കാരമുണ്ട്. ഷഫീഖ് ഭായി ആണ്. എന്താ വർത്താനം, എന്താ വിശേഷങ്ങളൊക്കെ?
ഞാൻ നമ്പർ തന്നെ ഇഷ്ടംപോലെ നമ്പർ ആയതുകൊണ്ട് ഓക്കെ ഓക്കെ കണ്ട ഏതാണെന്നതാണ് ഇതിപ്പോ ചെയ്തിട്ടില്ല അല്ലേ? കുഴപ്പമില്ല. ഇത് ഞാൻ കോൾ ചെയ്യുന്ന നമ്പറാണ്, നെറ്റ് സിം ആണിത്. മറ്റതിന്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് ഇന്നലെ തന്ന നമ്പറാ. ശരി. നാട്ടിലെ നമ്പറല്ല, വേറെ നമ്പർ ഒന്നുമില്ലേ? ഞാന് അത് സേവ് ആണ്. എങ്ങനെയുണ്ട് ജോബൊക്കെ? ജോബ് കുഴപ്പമില്ല. ഇപ്പൊ ഞാനെന്താ വെച്ചാല് മറ്റേ കുട്ടീനെ കൊണ്ടുവിട്ട് പിന്നെ പുള്ളിക്കാരനെ മദ്രസ കൊണ്ടുവിട്ട് ഇപ്പൊ റിട്ടേൺ വന്ന് ഇനിയിപ്പോ തിരിച്ചു പോവാണ്. ഇൻഷാ അല്ലാ. കാർ ഓടിക്കാനോ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ? ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണ്ടേ, എങ്ങനെ അറിയോ? അറബി വാക്കുകളും അതിന്റെ മലയാളവും. അറബി വാക്കുകളും അതിന്റെ മലയാളം ഒന്നല്ല, നിങ്ങൾ എന്നോട് ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് തരണം കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങളെ കോളിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞാൻ വീഡിയോയിലാണ്. അപ്പൊ നിങ്ങളെ കോളിങ് ഞാൻ നിങ്ങൾ സംസാരിക്കണതിൽ ആഡ് ചെയ്യും. ഓക്കെ, നോ പ്രോബ്ലം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ വിളിക്കണ്ട്. ഞാൻ ക്ലൈന്റിനെ പുറത്ത് ഞാൻ പോയി വെയിറ്റ് ചെയ്തിരിക്കാണ്. ക്ലൈന്റിനെ വെയിറ്റ് ചെയ്തിട്ടേ ഞാൻ ഓട്ടത്തിലാണ്. അപ്പൊ ഒക്കെ റാഹത്തല്ലേ? എന്തൊരു സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാ. ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ, ശരി. ഇൻഷാ അല്ലാ.